തിയേറ്ററിൽ പോയി സിനിമ കണ്ടാൽ നമുക്ക് ഇൻ്റർവെൽ ആകുമ്പോൾ പോപ്കോൺ മസ്റ്റാണ് അല്ലേ? അപ്പോൾ വീട്ടിലിരുന്ന് സിനിമ കാണുമ്പോൾ ഇൻ്റർവെൽ ആകുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ പോപ്കോൺ ഉണ്ടാക്കി കഴിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ പോപ്കോൺ ഉണ്ടാക്കിയാലോ? ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് അതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. കോക്കനട്ട് ഓയിലല്ല, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതിലേക്ക് 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കുക. നല്ലോണം ഇളക്കി യോജിപ്പിന് ശേഷം നമ്മുടെ കോൺ സീഡ്സ് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി ഉപ്പും എണ്ണയും എല്ലായിടത്തും ആയെന്ന് ഉറപ്പ് വരുത്തുക. ഒരു 2 സെക്കൻഡ് ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അതിൽ ചെറിയ ഓരോന്നായിട്ട് പോപ്കോണൊക്കെ പൊട്ടി തുടങ്ങും. ഇതുപോലെ ഈ സ്റ്റേജിലെത്തുമ്പോൾ നമ്മൾ ഒരടപ്പ് വെച്ച് അടച്ചു കൊടുക്കുക. ഇത് പുറത്ത് പോകാൻ ഇതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇത് മുഴുവൻ പൊട്ടി പുറത്ത് പോകും. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ പൊട്ടുന്നതെല്ലാം നിന്ന് കഴിയും. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. പോപ്കോൺ റെഡി. അയ്യേ, കാരമലൈസ്ഡ് പോപ്കോണാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒരു പാൻ എടുത്ത്, ഇന്ന് ഞാൻ ബ്രൗൺ ഷുഗറാണ് യൂസ് ചെയ്തേക്കുന്നത്. കാരമലൈസ് ആയിട്ടുണ്ട്. പഞ്ചസാര കാരമലൈസ് ആയതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് പോപ്കോൺ ഇട്ട് കൊടുക്കുക. പോപ്കോണിൻ്റെ എല്ലാ സൈഡിലും ആകുന്ന രീതിയിൽ നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും ഇതിലോട്ട് നല്ലോണം കോട്ടായി നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ പോപ്കോൺ, കാരമലൈസ്ഡ് പോപ്കോണും സോൾട്ടഡ് പോപ്കോണും റെഡി ആയിട്ടുണ്ട്.